സുഹൃത്തുക്കളെ, നമ്മുടെ ജനപ്രിയ നടൻ ദിലീപ് ഏതോ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യമാണ് കേട്ടോ. അമ്പലം വൈക്കത്ത് അമ്പലത്തിൽ നിന്നാണ് ഇത്ര ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു വൃദ്ധൻ പണം ചോദിക്കുന്നുണ്ട്. വളരെ രഹസ്യമായിട്ട് പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇദ്ദേഹം കൊടുക്കുന്നൊക്കെ ഉണ്ട്. സംഗതി അതൊന്നുമല്ല വിഷയം. ഞാൻ ചുമ്മാ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അതിൽ കണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്. അത് കേട്ട സമയത്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നിപ്പോയത് കേട്ടോ. സംഗതി ഇങ്ങനെയാണ്. അവിടെ നാലാളെ വിളിച്ചിട്ട് അദ്ദേഹം ചുമ്മാ പൈസ കൊടുക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സംഗതി അതൊന്നുമല്ല. ഇനിയൊരു 3 ദിവസം കൂടി കഴിഞ്ഞാൽ കോടതിയുടെ വിധി വരാൻ പോവുകയാണ്. ഏത്? ദിലീപ് ദിലീപ് 8ാം നമ്പർ എന്താ പറയുക പ്രതിയായിട്ടുള്ള ഒരു കേസുണ്ട്. ഒരു പീഡന കേസാണ്. ആ പീഡന കേസിന്റെ വിധി വരാൻ പോവുകയാണ്. ആ വിധി വരാൻ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം എല്ലാ അമ്പലവും കയറി നിരങ്ങുകയാണ് എന്നാണ് ഇതിലിപ്പോൾ പല ആൾക്കാരും എഴുതിയിരിക്കുന്നത്. തെറ്റ് ചെയ്ത് പൊറുക്കാൻ ദൈവത്തിന് കൈക്കൂലി കൊടുക്കാൻ പോയിരിക്കുകയാണ് എന്നടക്കം ചില ആളുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡിസംബർ 8 കേസിന്റെ വിധി ആയതുകൊണ്ട് കണ്ട അമ്പലങ്ങൾ നിരങ്ങും, വാണം എന്നടക്കം ചില ആളുകളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊന്നും മനസ്സിലാക്കുക. സംഗതി ഇങ്ങനെയൊക്കെ സമയത്താണ് ഈ കേസൊക്കെ നടന്ന സമയത്ത്, കേസുകളൊക്കെ കൃത്യമായി നടന്ന സമയത്ത് ദിലീപ് അന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഇങ്ങനെയാണ്. ലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് എനിക്ക് 13ാം തീയതി എനിക്ക് വൈറൽ ഫീവർ വന്നിട്ട് തളർന്നതായിട്ടാണ് ഷൂട്ടിംഗ് നിർത്തി വെച്ച് ഞാൻ വന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്താണ് രാവിലെ അറിയണത് ഇങ്ങനെ വിഷയം. ഞാനപ്പം തന്നെ ചാടി എഴുന്നേറ്റിട്ട് രമ്യനെ വിളിക്കുന്നു. അപ്പം എൻ്റെ അടുത്ത് തോന്നി രമ്യയുടെ വീട്ടിലാന്ന് പറഞ്ഞു. രമ്യന് പുള്ളിക്കാരത്തിയുടെ അമ്മയൊക്കെ കൊടുത്തു. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. വിഷമി നമ്മൾ ഭയങ്കര ഷോക്കായി പോയി. അപ്പം പറഞ്ഞു ദിലീപ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു ദൈവമേ എന്തായാലും നമ്മളെല്ലാവരും കൂടി ഉണ്ട്, ധൈര്യം കൊടുക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം നമ്മുടെ നേരെ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൂയിസൈഡ് കളി, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ മെന്റലി അപ്സെറ്റ് ആവാം, കുറെ കാലത്ത് ചിലപ്പോൾ മിണ്ടാതായി പോയേക്കാം. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് 2 ദിവസം കൊണ്ട് ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സത്യമെത്തിയ അവരുടെ അച്ഛൻ തൊട്ടത്. എന്തായാലും ദിലീപ് അന്ന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഏതോ രാംലീല എന്ന് പറയുന്ന ഏതൊരു സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിലായിരുന്നു. അതൊക്കെ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കേസുകളും മറ്റൊക്കെ വന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് അതൊന്നും അറിയണ്ടായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ കേസ് അവസാനം ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം പറയാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. സോറി, നിലത്തൊരൽപ്പം വെള്ളം അത് ചവിട്ടാൻ. എന്തായാലും അങ്ങനെ വരുന്ന സമയത്ത് എന്തൊക്കെയായാലും പിന്നീട് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിക്കപ്പെടുന്നു. അതിൽ ഡാറ്റകളെല്ലാം പിന്നീട് നഷ്ടമാവുന്നു. അത് എന്താണ്, ഡൽഹിയിൽ എവിടുന്നൊക്കെയാണ് ആ ഡാറ്റകളൊക്കെ നഷ്ടമായി എന്നൊക്കെ വാർത്താ മാധ്യമം നമ്മൾ അറിയുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടൊരു ദൃശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ ദിലീപിനെതിരെ പറഞ്ഞിരുന്ന പല ആളുകളും ദിലീപിനെതിരെ പറയാതെ മെല്ലെ മെല്ലെ പിൻവാങ്ങുന്ന ദൃശ്യമാണ്. പക്ഷെ ഒരാൾ മാത്രം പിൻവാങ്ങിയില്ല. അത് നടൻ മുകേഷാണ്. വാർത്ത എങ്ങനെയാണ് കേട്ടോ. 216 സാക്ഷികളാണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 28 സാക്ഷികൾ കൂറുമാറി എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതായിരുന്നു. അതിൽ ചില പ്രമുഖരായ താരങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സായികുമാർ, സിദ്ദീഖ്, ഭാമ, അതോടൊപ്പം തന്നെ ബിന്ദു പണിക്കർ, ഇടവേള ബാബു, ഇത്തരത്തിലുള്ള താരങ്ങളെല്ലാം തന്നെ പോലീസിന് നൽകിയ മൊഴിയായിരുന്നില്ല കോടതിയിൽ പറഞ്ഞത്. കോടതിയിൽ മൊഴി മാറ്റി നൽകിയിരുന്നു. എന്നാൽ മുകേഷ് MLA ആദ്യഘട്ടത്തിൽ പറഞ്ഞ അതേ മൊഴി തന്നെ, അല്ലെങ്കിൽ നിലവിൽ 46ാമത്തെ സാക്ഷിയായി മുകേഷ് MLA തുടരുകയാണ് ഈ കേസിൽ. ഈ കേസിന്റെ വിധി എന്തായാലും സുഹൃത്തുക്കളെ, ഈ കേസിന്റെ വിധി 8ാം തീയതി വരും. ഇപ്പോൾ ഒരു പീഡന കേസുകളിലൊക്കെ ഒരു വലിയ പരമ്പരയാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന നിലയ്ക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇഷ്ടം പോലെ പീഡന കേസുകൾ കിട്ടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീഡന വീരൻ എന്ന രീതിയിലൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വിഷയം അവസാനിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവസാനിച്ചിട്ടില്ല. അതിന് ആ ചങ്ങാതി ഒന്ന് കീഴടങ്ങുകയും വേണം. എന്തായാലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഏതൊക്കെയോ ഒളിവ് സംഗീതത്തിൽ നിന്നിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആ ഒളിവ് സംഗീതം കേരളത്തിലല്ല, കർണാടകയിലാണെന്ന് പറയുന്നു.
കർണാടകയിലായതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസിന് വലിയ താല്പര്യമൊന്നുമില്ല. അവിടെ പോയി പിടിച്ചോണ്ടേണ്ട ആവശ്യമൊന്നുമില്ല, അമ്മാതിരി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലാണ് കേരള പോലീസ് നിൽക്കുന്നത്. എത്രത്തോളം ഇയാളെ പിടിക്കാതിരിക്കുമോ അത്രത്തോളം ഇത് CPM-ന് ഗുണമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം കിടക്കുന്നത്. CPM-ന് ഗുണമാണ്. എന്നാൽ അത് ഗുണമാണെന്ന് മനസ്സിലാക്കി ഏതെങ്കിലും കോൺഗ്രസ്സുകാര് ആ രാഹുൽ മാങ്കട്ടത്തിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി, എടാ നീ ഒന്ന് വന്ന് കീഴടങ്ങടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവൻ അത് കേൾക്കാനും തയ്യാറല്ല. പണ്ടേ കേട്ടിട്ടില്ല, പിന്നെ ഈ ഒരു സമയത്ത് കേൾക്കും, തീരും കേൾക്കില്ല. അങ്ങനെ അതൊരു കേസ് അവിടെ നിൽക്കുന്ന സമയത്താണ് അടുത്തത് എന്താണ് ഇപ്പൊ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഉണ്ടാവുക എന്ന് നോക്കുന്ന സമയത്താണ് ഇതാ ദിലീപിന്റെ കേസ് വരും. 8-ാം തീയതി വിധി പ്രഖ്യാപിക്കുകയാണ്. ഈ വിധിയുടെ ഭാഗമായിട്ട് 8-ാം പ്രതിയായിട്ടുള്ള ദിലീപ് അകത്തു പോകുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും അറിയേണ്ടത്. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ. എന്തായാലും അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കുന്ന സമയത്ത് നാദിർഷയും ഇടവേള ബാബു അടക്കമുള്ള ഒരുപാട് ആളുകൾ ദിലീപിനെതിരെ അന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴി പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് കോടതിയിലെത്തുമ്പോൾ ഇവര് മൊഴി മുഴുവൻ മാറുകയും ദിലീപിനൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും. എന്നാൽ അന്ന് ഏകദേശം 46-ാം സാക്ഷിയായിട്ടാണ് നമ്മുടെ നടൻ മുകേഷിനെ, ഇപ്പോൾ നമ്മുടെ CPM-ന്റെ ഭാഗത്തുള്ള MLA നടൻ മുകേഷ് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ നടൻ മുകേഷ് കൂറുമാറിയിട്ടില്ല. കാരണം എന്താവുമെന്നാണ് എൻ്റെ ചോദ്യം. ബാക്കി കേട്ടോക്കാം. 8-ാം തീയതി വരികയാണ്. അതായത് തിങ്കളാഴ്ച ഇതിൽ വിധി കാത്ത് കേരളം ഇരിക്കുമ്പോൾ ഈ മുകേഷ് MLA ഇതിൽ കൂറുമാറിയിട്ടില്ല എന്ന സുപ്രധാനമായ വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. മറ്റ് 5 താരങ്ങൾ ഇത്തരത്തിൽ മൊഴി മാറ്റിയിട്ടുണ്ട്. പോലീസിന് ആദ്യഘട്ടത്തിൽ നൽകിയ, അതായത് ഈ പരാതിക്കാരിയായ പെൺകുട്ടി അല്ലെങ്കിൽ ഈ നടി പരാതി പറഞ്ഞിരുന്നു, ഇവരോടൊക്കെ പരാതി പറഞ്ഞിരുന്നു എന്നത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ പോലീസിന് മൊഴി നൽകുകയും പിന്നീട് അത് കോടതിയിൽ മാറ്റി പറയുകയുമാണ് ഉണ്ടായത്. ഈ മുകേഷ് MLA ഈ കേസിലെ സാക്ഷിയാക്കുന്നത് പൾസർ സുനിയുമായി ഉള്ള ബന്ധത്തെ തുടർന്നായിരുന്നു. പൾസർ സുനി മുകേഷിന്റെ മുൻ ഡ്രൈവറായിരുന്നു. അപ്പോ സംഗതികളൊക്കെ ഏകദേശം ചെറിയ ദൃശ്യം കിട്ടിണ്ടായിരിക്കും. പൾസർ സുനിയാണ് പിന്നീട് ജയിലിൽ നിന്നൊക്കെ ഒരല്പം പുറത്തു വന്നിട്ട് ഒരു പരോളിന്റെ സമയത്തൊക്കെ ദിലീപിനെ വീണ്ടും ഒക്കെ പറഞ്ഞു 1 കോടി എങ്ങാണ്ട് അത്ര ദിലീപ് കൊടുക്കാമെന്ന് പൾസറിനോട് പറഞ്ഞത്. അത് 80 ലക്ഷം എങ്ങാണ്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി മുഴുവനായിട്ട് തന്നിരുന്നെങ്കിൽ ഒരു കാരണവശാലും ദിലീപ് ഈ കേസിലേ ഉണ്ടാകുമായിരുന്നില്ല എന്ന രീതിയിലൊക്കെ പിന്നീട് പൾസർ സുനിയൊക്കെ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിലൊരു ഇന്റർവ്യൂ ഒക്കെ പിന്നീട് റിപ്പോർട്ടർ ചാനൽ എങ്ങാണ്ടൊക്കെ വന്നിരുന്നു. നിങ്ങൾ പലപ്പോഴും കണ്ടിരിക്കും. പക്ഷെ രസം അതൊന്നുമല്ല. ഈ പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. പ്രമുഖരായിട്ടുള്ള പല ആളുകൾ ഡ്രൈവറായിട്ട് പൾസർ സുനി വർക്ക് ചെയ്തിട്ടുണ്ട്. മുകേഷിന്റെ ഡ്രൈവറായിട്ടുള്ള പൾസർ സുനിയാണ് പിന്നീട് ദിലീപിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ നടിയെ ആക്രമിക്കാനും മറ്റൊക്കെ പോയത്. എന്തായാലും ആ ആക്രമണത്തിന് ശേഷം മുകേഷ് മാത്രം ഈ കേസിൽ നിന്ന് പിൻവാങ്ങുന്നില്ല, മൊഴി മാറ്റുന്നില്ല എങ്കിൽ മുകേഷിന് നേരിട്ട് എന്തെങ്കിലും വിവരം പൾസർ സുനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ചില വാക്കുകൾ, ചില വാചകങ്ങൾ മുകേഷിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് നമ്മൾ അനുമാനിക്കണം. അതിനുശേഷം ഈ ഡ്രൈവറായിരുന്ന പൾസർ സുനിയെ പിന്നീട് ഈ പൾസർ സുനിയുടെ സ്വഭാവത്തിൽ ചില മോശം പെരുമാറ്റം കണ്ടതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു എന്ന് മുകേഷ് കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 46-ാമത്തെ സാക്ഷിയായി തന്നെ മുകേഷ് തുടരുമ്പോൾ മറ്റ് നടന്മാർ, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 താരങ്ങൾ മൊഴി മാറ്റിയിട്ടുണ്ട്. ഈ 5 താരങ്ങൾ ഈ ഒരു കേസ് വന്ന സമയത്ത് നടിയോടൊപ്പം ആരൊക്കെ നിന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിലത്തെ പ്രധാനപ്പെട്ട 2 പേര്, അതൊന്നും നമ്മുടെ പൃഥ്വിരാജ് ആയിരുന്നു, 2 ആസിഫ് അലി ആയിരുന്നു. ഇവരൊക്കെ ആയിരുന്നു നടിയോടൊപ്പം എന്ന നിലയ്ക്കൊക്കെ. ഇവരൊന്നും സാക്ഷികളും മറ്റൊന്നല്ല, പക്ഷെ നടിയോടൊപ്പം ഞങ്ങളുണ്ട്, ഇപ്പൊ അവരൊപ്പം നമ്മൾ നിൽക്കേണ്ടത് എന്ന വർത്തമാനങ്ങൾ പറഞ്ഞ യുവാക്കളായിട്ട് ആളുകൾ അവരായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ദിലീപ് ഇപ്പോൾ അമ്പലങ്ങൾ മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ട്. അത് ഈ ഒരു കേസിനെ ഭയന്നിട്ടാണ്, തനിക്കെതിരെ എന്തെങ്കിലും വരുമോ എന്ന് ഭയന്നിട്ടാണ്, അതിന് ഭാഗമായിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കാൻ പോവുകയാണ് എന്ന രീതിയിലൊക്കെ പല കമന്റുകൾ കാണുന്നുണ്ട്. അതിനെ അത്ര കണ്ട് വില വെക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അതത്ര ശരിയല്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ബൈ.